അപ്പൊ മുറുകലേ എന്നത് സന്ദേശത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുട്ടികളെ ശിക്ഷിക്കുക. ശിക്ഷണമെന്ന ശുദ്ധീകരണാഗ്നിയിലൂടെയാണ് കഴിവുകൾ ശക്തി പ്രാപിക്കുന്നത്. രക്ഷാകർത്തൃത്വത്തിൽ പലരും ഇഷ്ടപ്പെടാത്തതും എതിർക്കുന്നതും അവഗണിക്കുന്നതുമായ ഭാഗമാണ് ശിക്ഷണം. എന്നാൽ കുട്ടികൾക്ക് അച്ചടക്കം ആവശ്യമാണെന്ന വസ്തുത നമുക്ക് അവഗണിക്കാനാവില്ല. ഓരോ കുട്ടികളിലും ശിക്ഷണം വ്യത്യസ്ത രീതിയിലാണ്, പക്ഷേ അവർക്ക് ശിക്ഷണം ആവശ്യമാണ് എന്നതാണ് സത്യം. നമ്മുടെ കുട്ടികളെ ശിക്ഷിക്കാനും നയിക്കാനും നാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും ദൈവവചനത്തെയും ആശ്രയിക്കേണ്ടതുണ്ട്. ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ നമുക്കറിയാത്ത ഒരു കുട്ടിയെ നാം ശിക്ഷിക്കുമോ? ഒരിക്കലും ആരും ചെയ്യില്ല. തന്റെ മക്കൾ വഴിതെറ്റുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നു. അവർ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് അവരെ വഴിതെറ്റാൻ അനുവദിക്കുകയുമില്ല. ദൈവം നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു. കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. വെളിപ്പാട് 3:19 ദൈവസ്നേഹം നമ്മുടെ മേൽ ചൊരിയുന്നു. നമ്മളെ വിഷമിപ്പിക്കുന്ന ചിന്തകളെ കർത്താവ് അറിയുന്നു. ഞാൻ കഷ്ടതയിലായപ്പോൾ കർത്താവ് സ്നേഹം പകരുകയും കൃപ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്തു. നാം പാപത്തിലേക്ക് ചാടുമ്പോഴും തെറ്റായ പാതയിലേക്ക് തിരിയുമ്പോഴുമാണ് ദൈവം നമ്മെ ശിക്ഷിക്കുന്നത്. മാതാപിതാക്കളായ നാമും അങ്ങനെ തന്നെ ചെയ്യണം. ദൈവം നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ വികസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില സമയങ്ങളിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. എങ്കിലും അച്ചടക്കമില്ലാതെ അധിക ദൂരം പോകാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. ദൈവം നമ്മെ തിരികെ കൊണ്ടുവരും. ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ തെറ്റായ തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ അനുവദിച്ചേക്കാം. എന്നാൽ അത് ദൈവഹിതമല്ലെന്ന് ദൈവാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.